ഞങ്ങൾ പോകാൻ പോകുന്നത് എറണാകുളത്താണ് കേട്ടോ. ആൻറ്റിക്ക് വന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞ് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാമെന്ന്. എറണാകുളത്താണേ പറഞ്ഞുള്ളൂ. എവിടെ എന്തോ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവിടെ പോകാമെന്നാണ് പറഞ്ഞുള്ളൂ കേട്ടോ. അത് ഞങ്ങൾ അങ്ങോട്ട് വിട്ടുവിട്ട് ഈ ഫ്ലാറ്റ് ഇതെന്നറിയും, ഇതാണ് മോഹൻലാലിൻ്റെ ഫ്ലാറ്റ്. ഇവിടെ ഷൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു കേട്ടോ. വേണ്ട ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി കാറൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ടും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എവിടെ സ്ഥലം അറിയാം കേട്ടോ, എറണാകുളത്താണ്. പക്ഷേ ഇങ്ങോട്ട് പോണിന്നറിയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ സൈഡിലായിട്ട് നല്ല കളർഫുൾ, നല്ല ഭംഗിയുണ്ട്. ഈ സ്ഥലമായിട്ട് മരത്തുമേ കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടേ. പിന്നെ അച്ഛൻ പോയിട്ട് ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. എന്നിട്ട് ഞാനും ജീവിതം എല്ലാവർക്കും കൊടുത്തു വിട്ടു. അതിൻ്റെ ഇടയിൽ അച്ഛൻ അമ്മയുടെ വീഴാൻ പോയിട്ടോ. എന്ന് വെച്ചാൽ അവിടെ എന്തോ സാധനം, പൊക്കത്തിൽ എന്തോ സാധനമുണ്ട്, അതുമ്മ തട്ടി ഇങ്ങനെ വീഴും. അതുകൊണ്ട് സൂക്ഷിച്ചാണ് ഞങ്ങൾ നടന്നത്. ഞാൻ എന്ത് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്. പിന്നെ റിയലായിട്ട് കൊടുക്കേണ്ടതുണ്ടല്ലോ, അവർക്ക് ഇതെല്ലാം കൂടി കൊടുത്തിട്ട് അവരെന്തോ കീറിയിട്ട് സാധനം തന്നിട്ട്. എന്നിട്ടും എനിക്ക് മനസ്സിലാവുള്ളത് എവിടെയാണ് പോകുന്നത് കണ്ടില്ലേ, എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒന്നും. പിന്നെയല്ലേ മനസ്സിലായത് അങ്ങോട്ട് കയറിയപ്പോൾ കുറേ മറ്റേ രൂപങ്ങളില്ലേ, രൂപങ്ങളല്ല, പൂമ്പാറ്റ, അതേപോലെ പൂവ്, അതേപോലെ ഇന്ന് തേനീച്ച അങ്ങനത്തെ കുറേ സാധനം ഉണ്ടായി. തേനീച്ച തേൻ കുടിക്കുന്നതൊക്കെ ഉണ്ടായിട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഈ പൂവൊക്കെ ഉണ്ടാക്കി വെച്ചാണത്. അതേപോലെ ഈ തേനീച്ച, ഈ പൂമ്പാറ്റ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാണ് റിയാലിറ്റി പോലെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ പൂമ്പാറ്റയെന്ന് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിട്ടോ. ഇതൊരു ഗാർഡൻ പോലെയില്ലേ, മറ്റേ പൂമ്പാറ്റയും പൂവൊക്കെ ഉള്ളത്, നല്ല ഭംഗിയുണ്ടായിട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോവും അതേപോലെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. കണ്ടില്ല, അവിടെ തന്നെ ഇട്ട് കുറേ പൂവുകളും അതേപോലെ തേനീച്ചയുടെ തേൻ കുടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ വഴി ഇറങ്ങി പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ ചെന്നെത്തണത് വാട്ടർഫാൾസിൽ, മറ്റേ വെള്ളങ്ങളൊക്കെ തന്നെയില്ല വാട്ടർഫാൾസ്, അവിടെയാണ്. കണ്ടില്ലേ, ഈ സ്ഥലമായിട്ട് വാട്ടർഫാൾസും വേറെ സൈഡിലായിട്ട് വേറൊന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ലവ് പോലെ ഇരിക്കുന്ന സാധനം കണ്ടില്ലേ, മറ്റേ പൂവൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ. കാറും അതേപോലെ കുറേ വണ്ടികളൊക്കെ ഓടിക്കും. നല്ല രസമുണ്ട് കേട്ടോ. കുറേ ലൈറ്റ് DJ പോലെ ഇരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെള്ളമൊക്കെ ഇങ്ങനെ വീണാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ 4 പേര് മാത്രമല്ല, അമ്മ, ആൻറ്റി, അച്ചാമ്മ, അച്ഛൻ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് കയറിയിട്ട്. നിങ്ങൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വെള്ളം വീഴുമല്ലോ, ആ വെള്ളം ഇങ്ങോട്ട് തെറിച്ചിങ്ങനെ വീഴണേ കേട്ടോ. എന്നുവെച്ചാൽ ഈ മോട്ടറിലത്തെ വെള്ളം എന്ന് തോന്നുന്നു കേട്ടോ. ഈ വെള്ളച്ചാട്ടം എന്നാണ് ഞാൻ പറയണേ. എന്നിട്ട് ഇങ്ങനെ വീഴുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇത്തിരി തെറിച്ച് വെച്ചിട്ട് എൻ്റെ മുഖത്തോട്ടൊക്കെ വീഴുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ ഇത്രേ വീഡിയോ ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ പാർട്ട് 2 ഞാൻ ഇടുന്നുണ്ട്. പാർട്ട് 2 എല്ലാവരും കാണണം കേട്ടോ.